വെൽക്കം ബാക്ക് ടു ബിസോൾവേഴ്സ് അനദർ യൂട്യൂബ് വീഡിയോ. നിങ്ങളൊരു തമ്മിൽ കണ്ടിട്ടാണ് നമ്മളുടെ വീഡിയോയ്ക്ക് വന്നതെങ്കിൽ, ഇതിനു മുമ്പ് നമ്മുടെ വീഡിയോസ് ഒന്നും കണ്ടില്ലെങ്കിൽ, നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാസ്റ്റർ കോഴ്സ് ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പാർട്ടായിട്ടാണ് നമ്മൾ ക്യാൻവ, ഫോട്ടോഷോപ്പ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നത്. സോ അതിൻ്റെ ഒരു ബേസിസിലാണ് നമ്മളിപ്പോൾ ക്യാൻവ പഠിക്കാൻ പോകുന്നത്. സോ നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഈ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. കാരണം നിങ്ങൾക്ക് എന്തായാലും അത് ഉപകാരപ്പെടുക തന്നെ ചെയ്യുള്ളൂ. ആൻഡ് നമ്മൾ മാർക്കറ്റിങ്ങിനെ കുറിച്ച്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് അറിയണമെങ്കിൽ നമ്മൾ ആദ്യം മാർക്കറ്റിങ്ങിനെ കുറിച്ച് പഠിക്കണം. സോ നമ്മൾ മാർക്കറ്റിങ്ങിനെ കുറിച്ച് കുറച്ച് ക്ലാസ്സസ് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. സോ ആ വീഡിയോസ് പറ്റുമെങ്കിൽ കാണാൻ ശ്രമിക്കാം. ഓക്കെ, എന്നാൽ നമുക്ക് ക്യാൻവയിലേക്ക് പോകാം. ക്യാൻവ എന്ന് പറയുന്നത് ഒരു ഡിസൈനിങ് ടൂൾ എന്ന് മാത്രം പറയാൻ പറ്റില്ല. കാരണം അതിൽ നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാം, റെസ്യൂമെ ക്രിയേറ്റ് ചെയ്യാം, തംബ്നെയിൽസ് ക്രിയേറ്റ് ചെയ്യാം, അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഡിസൈനിങ് ടൂൾ എന്ന് മാത്രം അതിനെ വിളിക്കാൻ പറ്റില്ല, ഓൾ ഇൻ വൺ ടൂൾ എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ വിശേഷിപ്പിക്കാം. ഏതൊരാൾക്കും വളരെ സിമ്പിളായിട്ട് ഇത് ചെയ്യാം എന്നുള്ളതാണ് ക്യാൻവയുടെ ഒരു ഉപകാരം. ഓക്കെ, ക്യാൻവ നമുക്ക് ലാപ്ടോപ്പിലും മൊബൈൽ ഫോണിലും ആക്സസ് ചെയ്യാൻ പറ്റും. മൊബൈലിലാണെങ്കിൽ നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ലോഗിൻ ചെയ്യുക, ലാപ്ടോപ്പിലാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ക്രോമിൽ കയറിയതിനു ശേഷം ക്യാൻവ എന്ന് സെർച്ച് ചെയ്താൽ മതിയാവും. ഓക്കെ, സോ നമുക്ക് ക്യാൻവയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പം ഞാൻ എൻ്റെ ലാപ്പിലാണ് ചെയ്യുന്നത്. സോ ഞാൻ ക്രോം ഓപ്പൺ ആക്കി. ലാപ്പിലും ഫോണിലും ഏകദേശം ഒരേപോലെ തന്നെയാണ്. സോ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇതിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലും ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇതാണ് ഇതിൻ്റെ ഇൻ്റർഫേസ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഈ സെർച്ച് ബാറിൽ എന്താണോ നിങ്ങൾ ഡിസൈൻ ക്രിയേറ്റ് ചെയ്യേണ്ടത്, എന്ത് ഡിസൈൻ ആണോ ക്രിയേറ്റ് ചെയ്യേണ്ടത്, അത് നിങ്ങൾ സെർച്ച് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയാണ് വേണ്ടത്, അല്ലെങ്കിൽ ഒരു ഓണം പോസ്റ്ററാണ് വേണ്ടത്, ക്രിസ്മസ് പോസ്റ്ററാണ് വേണ്ടത്, അല്ലെങ്കിൽ ഒരു യൂട്യൂബ് തംബ്നെയിലാണ് വേണ്ടത്, അതും അല്ലെങ്കിൽ ഒരു ജോബ് ആപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു റെസ്യൂമെയാണ് വേണ്ടത്. എന്താണോ വേണ്ടത് അതവിടെ സെർച്ച് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു റെസ്യൂമെയിൽ നമുക്ക് തുടങ്ങാം. ആദ്യം റെസ്യൂമെ എന്ന് സെർച്ച് ചെയ്യാം. ഓക്കെ, അടിയിൽ തന്നെ ഇഷ്ടം പോലെ ടെംപ്ലേറ്റ്സ് നമുക്ക് വന്നില്ലേ. ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടെംപ്ലേറ്റ്സ് എടുക്കുക, എന്നിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം കസ്റ്റമൈസ് ദിസ് ടെംപ്ലേറ്റ് എന്ന് കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ടെംപ്ലേറ്റിൽ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യാൻ പറ്റും, എല്ലാ എലമെൻസും, ടെക്സ്റ്റ്, ഇമേജസ് ആൻഡ് ഓൾസോ ഗ്രാഫിക്സ്, ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാറ്റാൻ പറ്റും. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അറേഞ്ച് ചെയ്യാൻ പറ്റും. ഇത് ഒലിവിയ വിൽസൺ എന്നുള്ള വേണമെങ്കിൽ എൻ്റെ നെയിം കൊടുക്കാം. ഓക്കെ, ഇനി ഈ ഫോട്ടോയ്ക്ക് വരെ നമുക്ക് എന്ത് ചെയ്യാം, വേറൊരു ഫോട്ടോ കൊണ്ടുവരാം. അതിന് അപ്ലോഡ്സിൽ പോവുക, അപ്ലോഡ് ഫയൽസ് എന്നുള്ളതിൽ പോയതിനു ശേഷം നിങ്ങൾക്ക് ഏതാണ് ഇമേജ് അത് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഓൾറെഡി കുറേ ഇമേജ് കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഇതിലേതെങ്കിലും ഒരു ഇമേജ് എടുക്കുക, നിങ്ങൾക്ക് ആവശ്യമുള്ള ഇമേജ് ഏതാണോ അത് കൊണ്ടുവരിക. ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ്, ഇവിടുന്ന് എടുത്തു നേരെ ഇവിടെ കൊണ്ടുവന്നിട്ടു, അത്രേ ഉള്ളൂ. ഇനി ഇതേപോലെ ബാക്കിയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് കസ്റ്റമൈസ് ചെയ്യുക. അതിനുശേഷം ഷെയർ ബട്ടൺ ഉണ്ട്. ഈ ഷെയർ ബട്ടണിൽ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് PDF ആണ് വേണ്ടെങ്കിൽ PDF ഓപ്ഷൻ വയ്ക്കും, JPG ഇമേജ് ആയിട്ടാണ് വേണ്ടെങ്കിൽ ഇമേജിൻ്റെ ഓപ്ഷൻ ഉണ്ട്, PNG ആണെങ്കിൽ PNG ഉണ്ട്, വീഡിയോസ്, ഞാൻ ഇതിൽ വീഡിയോസ് എങ്ങനെ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. അതിൻ്റെ വീഡിയോസ് ആണ് വേണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഈവൻ നമുക്ക് PPT അടക്കം ഇതിൽ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. സോ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പിലൂടെ നമുക്കിത് ഈസിയായി ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, ഇനി ഫ്രം ദ സ്ക്രാച്ച് നമുക്കിതിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം ഹോമിലേക്ക് വന്നു. ഹോമിൽ വന്നതിന് ശേഷം ഇതാണ് ഇൻ്റർഫേസ് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇവിടെ സെർച്ച് ബട്ടൺ ഉണ്ടെന്ന് പറഞ്ഞു. ഇനി ഇവിടെയാണ് ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അതിനുശേഷം നമുക്ക് വേണ്ട സൈസ്. ഓക്കെ, ഞാനിപ്പോൾ കസ്റ്റം സൈസ് എടുത്തു. ഓക്കെ, എനിക്ക് 1:1 റേഷ്യോയിലാണ് വേണ്ടത്. ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചുകൊണ്ട് ആ ഒരു റേഷ്യോ വന്നിട്ടുണ്ട്. ഞാനത് സെലക്ട് ചെയ്തു. ഓക്കെ, ഇങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വരിക. സോ ഇവിടെ ഡിസൈൻസ് എന്നുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എന്താണോ വേണ്ടത് അടിച്ചു കൊടുക്കുക. ഞാനിവിടെ ഓണം റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും അടിച്ചു കൊടുക്കുക, ഓണം. സോ ഓണം റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്ടം പോലെ പോസ്റ്റേഴ്സ് അവിടെ വന്നില്ല. ഇതിന്ന് ഏതെങ്കിലും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ അതിൽ എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ ഒരു ഓണം പോസ്റ്റർ എനിക്ക് എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ഇവിടെ ഹാപ്പി ഓണം എന്നുള്ള ഇതിലെന്തെങ്കിലും ഒരു മാറ്റം വരുത്തുക. ഇവിടെ എൻ്റെ അർഷാദ് സോളർന്ന് കൊടുക്കാമെന്ന് വിചാരിക്കാം, കൊടുത്തു. ഓക്കെ, ജസ്റ്റ് ഒരു ലോഗോവും കൂടി ആഡ് ചെയ്യണമെങ്കിൽ അപ്ലോഡ്സിൽ പോകാൻ ലോഗോ ഓൾറെഡി നിങ്ങൾ ജസ്റ്റ് ഒരു ലോഗോ അപ്ലോഡ് ചെയ്യണമെങ്കിൽ നേരെ അപ്ലോഡ്സിൽ പോവുക. അതിന് ഏതാണോ ലോഗോ കൊണ്ട് നോക്കിയ PNG ഫോർമാറ്റിൽ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തതാണ്. സോ അതുകൊണ്ട് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ പോസ്റ്റർ ആയില്ലേ, എൻ്റെ നെയിമാണ്, അതേപോലെ ലോഗോ KCBയുടെ ആണ്. ജസ്റ്റ് എന്നാലും ഞാൻ പെട്ടുകൊണ്ട് എൻ്റെ ലോഗോ എന്ന് വിചാരിക്കാം. ഓക്കെ,
അപ്പോൾ അങ്ങനെ ഈസിയായി ഞാൻ പോസ്റ്റർ ക്രിയേറ്റ് ചെയ്തു. ഇനി എനിക്കിത് ക്രിയേറ്റ് ചെയ്യാനാണ് വേണ്ടത്, എൻ്റെ ഇഷ്ടത്തിനാണ് വേണ്ടത്. ഇത് ആരോ ചെയ്താലല്ലേ ഞാൻ എഡിറ്റ് ചെയ്തത്. സോ നമ്മുടെ ഇഷ്ടത്തിന് നമുക്കൊന്ന് ക്രിയേറ്റ് ചെയ്യാം. അതിനു വേണ്ടി ഇതെല്ലാം റിമൂവ് ചെയ്യാണ്, ഡിലീറ്റ്. ഓക്കെ, ഇവിടെ ഡിസൈൻസുള്ള ഓപ്ഷൻസിൽ നമ്മൾ എന്ത് ചെയ്തു, നമുക്ക് ആവശ്യമുള്ള ഡിസൈൻ ടെംപ്ലേറ്റോ എന്ത് കാര്യങ്ങൾ അടിച്ചോളൂ. ഇവിടെ എലമെൻറ്റിൽ ഇമേജസ്, ഷേപ്പ്, അതേപോലെ തന്നെ ഗ്രാഫിക്സ്, വീഡിയോസ്, ഓൾസോ ഓഡിയോസ്, ഇതെല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ ആവശ്യം, ഇപ്പോൾ മാവേലിയാണ് വേണ്ടെങ്കിൽ മാവേലി കിട്ടുമോ അറിയില്ല, മാവേലി നോക്കാം. മാവേലിക്ക് പകരം വേറെ എന്താണ് ആണ്. സോ നമുക്ക് മാവേലിക്ക് പകരം എന്തെടുക്കുക, ഓണം എന്നെടുക്കുക. ഓണം എന്ന് കൊടുത്തു കഴിയുമ്പോൾ അതുമായി റിലേറ്റ് ചെയ്യുന്ന ഗ്രാഫിക്സ്. ഓക്കെ, ഈ ഗ്രാഫിക്സിൽ ഏത് വേണമെങ്കിലും നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. ഇത് ആഡ് ചെയ്യാം. സോ ഏത് ഗ്രാഫിക്സ് വേണമെങ്കിലും ആഡ് ചെയ്യാൻ പറ്റും. ഇനി ഫോട്ടോസ് ആണെങ്കിലും ഫോട്ടോസ്, അതുമായി റിലേറ്റ് ചെയ്തുള്ള ഫോട്ടോസ് ഉണ്ടാവും. ഈ ഒരു ഫോട്ടോ. ഓക്കെ, അങ്ങനെ നമുക്ക് എന്ത് എലമെൻറ്റ്സ് വേണമെങ്കിലും ഇതിൽ അവൈലബിൾ ആണ്. നമുക്കിനി എന്തെങ്കിലും ടെക്സ്റ്റ് ചെയ്യണം വിചാരിക്കാം. ഓക്കെ, ഹാപ്പി ഓണെന്ന് ടെക്സ്റ്റ് ചെയ്യണം. ഹാപ്പി ഓണം ടെക്സ്റ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ഈ മൂന്നാമത്തെ ഓപ്ഷൻ ടെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇതേപോലെ കാണിക്കും. ഇവിടെ ആഡ് ഹെഡിങ്, സബ് ഹെഡിങ്, ബോഡി ടെക്സ്റ്റ് എന്നുള്ള രീതിയിൽ കാണിക്കും. നിങ്ങൾക്ക് ഹെഡിങ് ആണ് വേണ്ടത്, ഏതാ വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ അത് ക്ലിക്ക് ചെയ്യുക. ഇതിൽ ഏത് സെറ്റ് ചെയ്യുന്നതിനും കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സോ ടെക്സ്റ്റിൽ പോവുക, ഹെഡിങ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് വേണ്ട, ഡിലീറ്റ് ചെയ്യാം, ഡിലീറ്റ് ബട്ടൺ. അപ്പോൾ ഹാപ്പി ഓണെന്ന് നിങ്ങൾക്ക് ഇരിക്കാം, ഹാപ്പി. ഇനി ഇതിനെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കണമെങ്കിൽ Ctrl+D. ഓക്കെ, Ctrl+D അടിച്ച് കഴിഞ്ഞാൽ അത് ഡ്യൂപ്ലിക്കേറ്റ് വരും. സോ ഓണം എന്ന് കൊടുത്തു. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ടെക്സ്റ്റുമായിട്ട് എന്ത് എഡിറ്റ് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. കളർ മാറ്റണം, ഇവിടെ ടെക്സ്റ്റിൻ്റെ കളർ എടുക്കുക, ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ടെക്സ്റ്റ് എടുത്തു, കളർ എടുത്തു. ഓണത്തിൻ്റെ കളർ അറിയില്ല. ഇനി ഇത് വലിപ്പം കൂടണമെങ്കിൽ നമുക്ക് ഇവിടെയും വലിപ്പം കൂട്ടാം, സൈസിൻ്റെ ഫോണ്ടിൻ്റെ സൈസ് കൂട്ടാം, അല്ലെങ്കിൽ ഇങ്ങനെ പിടിച്ച് ഡബിൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം വലിച്ചാൽ മതി. ഓക്കെ, സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ ഇനി ഇതിൻ്റെ ഫോണ്ടിൻ്റെ ഫോൺ സ്റ്റൈല് മാറ്റണം എന്ന് വിചാരിക്കാം. ഇത് മലയാളമാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രീമിയം എടുത്തുകൊണ്ട് എനിക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഫോൺസ് ഉണ്ട് മലയാളത്തിൻ്റെ. സോ ഓക്കെ, ഇഷ്ടംപോലെ ഫോൺസ് ഉണ്ട്. ഇതിലേതാ ഫോണ്ട് വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ഹാപ്പി ഓൺ ഇതായിക്കോട്ടെ, ഹാപ്പി ഓണം. ഓക്കെ, ഇനി ഈ ഒരു ടെക്സ്റ്റിൽ എനിക്ക് ഇറ്റാലിക് ആക്കണം, ഐ മീൻ വളച്ചേക്കാം. അതിന് നമുക്ക് ഈ ഐ എന്നുള്ള യൂസ് ചെയ്യാം. അണ്ടർലൈൻ കൊടുക്കാം. ഓക്കെ, വലിയ അക്ഷരമാക്കണം, മൊത്തം ക്യാപിറ്റൽ. ഓക്കെ, ക്യാപിറ്റൽ ആക്കാം. അതേപോലെ തന്നെ ഇത് കുറച്ച് സെൻറ്റൻസുകൾ കുറേ എഴുതിയിട്ടുണ്ട്. സെൻറ്റൻസ് പറയുകയാണെങ്കിൽ സെൻറ്ററിലേക്ക് അലൈൻ ചെയ്യുന്നതിനുള്ള, സെൻറ്ററിലേക്കാണെങ്കിൽ, ലെഫ്റ്റിലേക്കാണെങ്കിൽ, റൈറ്റിലേക്കാണെങ്കിൽ അതിനുള്ളതാണ് ഈ ടൂൾ. പോയിന്റ് ആക്കാനുള്ള, പോയിന്റ്സ് നമ്മൾ ടെക്സ്റ്റുകൾ പോയിന്റ് ആക്കാൻ വേണ്ടി യൂസ് ചെയ്യാം ഈ ടൂൾ. ഓക്കെ, നെക്സ്റ്റ് എന്നുള്ളത് ഇത് ലൈനിൻ്റെ അളവ് കൂട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ലൈനിൻ്റെ സ്പേസ് കൂട്ടാൻ വേണ്ടിയിട്ട്, അതിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നതാണത്. ദെൻ ഇതിൻ്റെ ഒപ്പാസിറ്റി കൂട്ടാനും കുറയ്ക്കാൻ വേണ്ടി നമുക്ക് ഈ ഒരു ടൂൾ യൂസ് ചെയ്യാം. ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങളൊരു ടെക്സ്റ്റ് ആഡ് ചെയ്തെന്ന് വിചാരിക്കുക, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ സാധനങ്ങളൊക്കെ വരും. നമുക്ക് അതിന് വേണ്ട രീതിയിൽ ചേഞ്ചസ് വരുത്താം. ഇതിൽ എഫക്റ്റും ഇഷ്ടംപോലെ എഫക്റ്റുകളുണ്ട്. സോ നിങ്ങൾക്ക് ഏതാ എഫക്റ്റ് വേണ്ടത് വെച്ചാൽ ആ ഒരു എഫക്റ്റ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇനി ഈ ഒരു ടെക്സ്റ്റിൻ്റെ അടിയിലാണ് ഓണം എന്നുള്ളത് വന്നുള്ളത്. സോ ആ ഒരു ടെക്സ്റ്റിനെ നമുക്ക് മുകളിലേക്ക് കൊണ്ടുവരണം. അതിനെന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഈ ആപ്പിൻ്റെ അടിയിലേക്ക് ഓണം ആക്കണം, അല്ലെങ്കിൽ മാവേലി മുകളിലേക്ക് വരണമെങ്കിൽ ജസ്റ്റ് ആ മാവേലിനെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പൊസിഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ദെൻ നിങ്ങൾ ലെയേഴ്സ് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ആ മാവേലിനെ എന്ത് ചെയ്യുക, ഓണത്തിന് മുകളിലേക്ക് കൊണ്ടുവരിക. ഇപ്പം എന്തായി, നമ്മുടെ മാവേലി മുകളിലേക്ക് വന്നില്ലേ. ഓക്കെ, അതേപോലെ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ കാര്യങ്ങൾ ഇതിൽ കിട്ടും. ഓക്കെ, ഇനി ഈ മാവേലിക്ക് ഒരു ആനിമേഷൻ, ഞാൻ പറഞ്ഞില്ലേ വീഡിയോസ് ചെയ്യാൻ പറ്റുന്നു, നമുക്കൊരു മോശം പോസ്റ്റേഴ്സ് ഒക്കെ ഇതിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഇതിനൊരു ആനിമേഷൻ കൊടുക്കാൻ പോവാണ് മാവേലിന്. സോ ആദ്യം മാവേലിനെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആനിമേറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് എന്താണോ ആനിമേഷൻ വേണ്ടത് ഓരോന്നും നിങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ട ആ ആനിമേഷൻ എടുക്കുക. ഓക്കെ,
ഇതിലേതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ആ ഒരു ആനിമേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മോശം പോസ്റ്റേഴ്സ് ഉണ്ടാക്കാൻ പറ്റും. ജസ്റ്റ് കാണിച്ചു തരാം. എല്ലാ എലമെൻസിനും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയി മനസ്സിലാവും. ഈ ഒരു ഓണത്തിന് ഹാപ്പി ഓണം എന്നുള്ളതിൽ ഓണത്തിന് ഞാൻ ഈ ഒരു ആനിമേഷൻ കൊടുത്തു. ഹാപ്പിക്ക് ഞാൻ ബേസ്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു. ഇതിനുള്ള ബ്ലർ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു. ഇപ്പോൾ ഇതൊരു വീഡിയോ ഫോർമാറ്റിലായി. ഇനി നമ്മൾ ഷെയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ വീഡിയോ എന്ന് വന്നില്ലേ, നമുക്ക് വീഡിയോ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് വീഡിയോ ആയി കിട്ടും. അതേസമയം നമ്മൾ JPG PNG കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇമേജസ് ആയി കിട്ടും. സോ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഈവൻ നമുക്ക് PDF ആയിട്ടാണെങ്കിൽ PDF ആയിട്ട് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് എലമെൻറ്റ്സ് നമ്മൾ പറഞ്ഞു. അതിനെ അപ്ലോഡ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു. ജസ്റ്റ് അപ്ലോഡ് ഫയൽസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ ഇമേജസ് അത് ജസ്റ്റ് ഓപ്പൺ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താവും, അപ്ലോഡായി വരും. ഇനി നമുക്ക് ജസ്റ്റ് വേറെ എന്തെങ്കിലും ഒരെണ്ണം കൂടി ക്രിയേറ്റ് ചെയ്യാം. ഒരെണ്ണം ഫസ്റ്റ് മുതൽ ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. സോ ഓണത്തിൻ്റെ ആയതുകൊണ്ട് നമുക്ക് ഓണത്തിന് തന്നെ ഒന്നും കൂടി ക്രിയേറ്റ് ചെയ്യാം. സോ ഞാൻ എന്ത് ചെയ്തു, ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു. ആ ഒരു സൈസ് സെലക്ട് ചെയ്തു. അതിനുശേഷം ഈ ഒരു രീതിയിലേക്ക് വേണം. എനിക്ക് ഒരു യെല്ലോ കളറിലാണ് വേണ്ടത്. സോ ഇത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് ഏതാണോ കളർ വേണ്ടത് സെലക്ട് ചെയ്യാം. ഇവിടെ 2 ഓപ്ഷൻ തന്നുണ്ട്. ഒറ്റ കളറുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും, ഗ്രേഡിയൻറ്റ് യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ ഞാൻ റെഡ് ആണ് കൊടുക്കുന്നത്, റെഡ് ആവും. അതേസമയം ഞാൻ ഗ്രേഡിയൻറ്റിൽ പോയതിനു ശേഷം ഇതിലേതെങ്കിലും ഒരു സ്റ്റൈല് സെലക്ട് ചെയ്യാം. ഈ ഒരു സ്റ്റൈല് സെലക്ട് ചെയ്ത് വിചാരിക്കാം. ഇതിൽ കളറ് ഒന്നാമത്തെ ഈ ഒരു മഞ്ഞയും കൊടുത്തു, രണ്ടാമത്തെ ഞാൻ ഓറഞ്ചും കൊടുത്തു. കണ്ടില്ലേ? ഓക്കെ, നമുക്കങ്ങനെ ഒരു ഓണത്തിൻ്റെ തീമിലൊരു സാധനം കിട്ടിയില്ലേ. ഇനി വേണമെങ്കിൽ എലമെൻറ്റിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ടെക്സ്ചർ ആഡ് ചെയ്യാം. ടെക്സ്ചർ എന്ന് മീൻസ് ഇതിലേതെങ്കിലും ഒരു ടെക്സ്ചർ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. സോ ഏതെങ്കിലും ടെക്സ്ചർ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ഒന്ന് ഇട്ട് നോക്കാം. വേണ്ട, ഇതോ. സോ ഇങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ ഒരു രീതിയിലേക്ക് വരും. വലിപ്പം കൂട്ടുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഒപ്പാസിറ്റി കുറച്ച് കൊടുക്കുക. കണ്ടില്ലേ? അതൊരു ട്രഡീഷണൽ എന്ന് പറഞ്ഞ പോലെ പഴയ ഒരു ഇതുപോലെ ആയില്ലേ. ഇനി വേണമെങ്കിൽ ഓൾഡ് മാവേലിനും അങ്ങനെ ആരെങ്കിലും കൊണ്ടുവന്ന് വയ്ക്കാം. ഞാനൊരു ഓണം എന്നുള്ളത് സെലക്ട് ചെയ്യാം. ഓണം കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇഷ്ടം പോലെ എന്ത് വരും, ഈ പറഞ്ഞ പോലെ ഗ്രാഫിക്സ് വരും. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു നല്ല മാവേലി നമുക്ക് എന്ത് ചെയ്യാൻ വയ്ക്കാം. അല്ല, വള്ളംകളി വേണമെങ്കിൽ വള്ളംകളി വയ്ക്കാം. ഇത് കൊടുക്കുക. ഇത് ഓണമായിട്ട് റിലേറ്റഡ് ആവുമോ എന്ന് ചോദിച്ചാൽ കഥകളിയാണ്, വേണമെങ്കിൽ കൊടുക്കാം. അല്ല, നമുക്ക് മാവേലിയും ഇരിക്കട്ടെ, അതല്ലേ അതിൻ്റെ ശരി. സോ നല്ലൊരു മാവേലിനെ കിട്ടുന്നവരെ തപ്പണം. മാവേലി നമുക്ക് പുറകിൽ കൊണ്ടുവന്ന് വയ്ക്കാം. മാവേലിനെ എടുക്കുന്നു, ക്ലിക്ക് ചെയ്യുന്നു, വയ്ക്കുന്നു. സോ ഒരു മാവേലിനെയും കൊണ്ടുവന്ന് വെച്ചു. മാവേലിനെ കുറച്ച് വലുതാക്കാം. എന്നിട്ട് ഈ മാവേലിനെ നമ്മൾ എങ്ങനെയാണ് പുറകിലേക്ക് എത്തിക്കുക? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാവേലിനെ ക്ലിക്ക് ചെയ്യുന്നു, പൊസിഷൻ ക്ലിക്ക് ചെയ്യുന്നു, അതിനുശേഷം നമ്മൾ ലേയേഴ്സ് ക്ലിക്ക് ചെയ്യുന്നു, നേരെ മാവേലിനെ താഴേക്ക് ഇറക്കുന്നു. അപ്പോൾ മാവേലി അവരെക്കാളും മുകളിലായില്ലേ? അത്രയേ ഉള്ളൂ. ഇത് ജസ്റ്റ് ഞാൻ എക്സാമ്പിളിന് വേണ്ടി കാണിച്ചു തരാണ്. നിങ്ങൾ കുറച്ചും കൂടി ടൈമൊക്കെ എടുത്തിട്ട് വൃത്തിയിൽ ചെയ്യുമ്പോൾ അതിൻ്റെതായ എഫക്റ്റ് ഉണ്ടാവും. നമുക്ക് മാവേലിനെ കുറച്ച് ഇവിടെ ഇടാം, എന്നിട്ടങ്ങ് വലിക്കാം. ഈ ഒരു കഥകളി ഇവിടെ ഇടാം. അതിനുശേഷം അടിയിൽ ഹാപ്പി ആണെന്ന് എഴുതി കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്നും കുറച്ചൊന്ന് ചെറുതാക്കാം. ഇനി ഒരു ഹാപ്പി ഓണം ആണല്ലേ, അതിന് നമുക്ക് മലയാളത്തിനാണ്, നിങ്ങൾ ലാപ്ടോപ്പിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ മലയാളത്തിനാണ് നമുക്ക് മംഗ്ലീഷ് കിട്ടുക. അതിനുവേണ്ടി നമുക്ക് കുട്ടി പെൻസിൽ എന്നുള്ള ആപ്പ് ഉണ്ട്, ഒരു സൈറ്റ് ഉണ്ട്. അതിൽ കുട്ടി പെൻസിൽ എന്ന് സെർച്ച് ചെയ്യുക. കുട്ടി പെൻസിൽ
ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മംഗ്ലീഷ് പോലെ തന്നെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓണാശംസകളല്ലേ? ഓണാശംസകൾ. ക്ലിയർ? ഏവർക്കും ഓണാശംസകൾ. നമുക്ക് ഓരോന്നായി കൊണ്ടുപോകാം. സോ ഇതിനെ നിങ്ങൾക്ക് FML-ആക്കാം, അല്ലെങ്കിൽ ML സീരീസ് ആക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് ഇതന്നെ കോപ്പി ചെയ്യാണ്. കോപ്പി ചെയ്തു. ജസ്റ്റ് ഇതിലായിരുന്നു. ഓക്കെ, ഇവിടെ ടെക്സ്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് ടെക്സ്റ്റ് എന്നുള്ള സെലക്ട് ചെയ്യണം അല്ലേ? അതിന് ഒരു ഷോർട്ട് കട്ട് പറഞ്ഞുതരാം. ജസ്റ്റ് നിങ്ങളുടെ ആ ഒരു പേജ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം T എന്നുള്ള അക്ഷരം, നമ്മളുടെ T എന്നുള്ള അക്ഷരം കീബോർഡിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ടെക്സ്റ്റ് വരും. സോ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം? പേസ്റ്റ് ചെയ്യാം. ഓണാശംസകളായി. ഇനി അതിൻ്റെ ഫോണ്ട് മാറ്റണം. സോ ക്യാൻവാസ് സയൻസ് എന്നുള്ളത് ഞാൻ എന്താക്കി? മലയാളം. അനേക മലയാളം. പലതരത്തിലുള്ള നമുക്ക് മലയാളം ഫോൺസ് ഉണ്ട്. അതിൽ നമുക്ക് കൊണ്ടുപോയിടാം. ഇത് മലയാളം ഫോൺസ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് അവൈലബിൾ ആവുള്ളൂ കേട്ടോ. നമുക്ക് നല്ലൊരു ഫോണ്ട് കണ്ടുപിടിക്കേണ്ടി വരും. സോ നല്ലൊരു ഫോണ്ട് കിട്ടുന്നവരെ നമ്മളിങ്ങനെ അലയേണ്ടി വരും. ഓക്കെ, ഇത് ബെറ്റർ ആയിരിക്കും. അതിനുശേഷം കളർ സെലക്ട് ചെയ്യാം. കളർ ഇപ്പോൾ തൽക്കാലം നമുക്ക് ഏതാ കൊടുക്കാം? ഇത് കുഴപ്പമില്ല. സോ ഏവർക്കും ഓണാശംസകൾ എന്ന് വേണം. സോ ഏവർക്കും എന്നുള്ള കൂടി സെർച്ച് ചെയ്യണം, ടൈപ്പ് ചെയ്യണം. സോ ഇംഗ്ലീഷിൽ തന്നെ സെർച്ച് ചെയ്യാം, ടൈപ്പ് ചെയ്യാം. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓക്കെ, ബാക്കി ഓണാശംസകൾ നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ. സോ കോപ്പി ചെയ്യുക. ഇനി നമ്മൾ ഓണാശംസകളൊന്നും വന്നു. ഇവിടെ Ctrl+T അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കിട്ടും. ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം? Ctrl+V അടിക്കുക. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. സോ ഇതൊന്ന് ചെറുതാക്കുക. അതിനുശേഷം ഇവിടെ ഇത് താഴെ കൊണ്ടതിന് ശേഷം ഇതൊന്ന് വലുതാക്കി കൊടുത്തതിനാൽ കുറച്ച് വൃത്തിയുണ്ടാവും. സോ ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പോൾ ഈ ഒരു പോസ്റ്റർ ക്രിയേറ്റ് ആയില്ലേ? ഇനി എനിക്ക് വേണമെങ്കിൽ എൻ്റെ വിസോൾവറിൻ്റെ എന്ത് ചെയ്യാം? അപ്ലോഡ്സിൽ എൻ്റെ ഐക്കൺ വിസോൾവർ എന്നുള്ള ഒരു ഇനി ഇത് നമുക്ക് എക്സ്പോർട്ട് ചെയ്യണം. അതായത് ഇനി നമുക്കിത് ഡൗൺലോഡ് ചെയ്യണം. ഇനി ഷെയർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഡൗൺലോഡ് വന്നതിന് ശേഷം നിങ്ങൾക്ക് JPG എന്നുള്ള ഓപ്ഷനോ അല്ലെങ്കിൽ PNG ഉണ്ടാവും. JPG സെലക്ട് ചെയ്യുക ഷെയറിങ്ങിനാണെങ്കിൽ. അതിനുശേഷം ക്വാളിറ്റി ഒന്നും ഇൻക്രീസ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് പ്രീമിയം അല്ലെങ്കിൽ ഈ ഒരു ക്വാളിറ്റി 80 എന്നുള്ള ഓപ്ഷൻ ആയിരിക്കും ഉണ്ടാവുക. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇമേജ് നിങ്ങൾക്ക് ഡൗൺലോഡ് ആയി കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഒരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്തു. അത് ഡൗൺലോഡ് ചെയ്തില്ലേ? ഇനി നമുക്ക് എന്താ ഒരു ഡിസൈൻ വേണ്ട. ഇനി ഒരു PDF ക്രിയേറ്റ് ചെയ്യാം. അതായത് നമുക്കൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസീൻ്റെ എന്ത് ചെയ്യാം? പോർട്ട്ഫോളിയോ ഉണ്ടാക്കാം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി പോർട്ട്ഫോളിയോ. സോ അത് സെർച്ച് ചെയ്ത് കൊടുത്തു. എനിക്ക് എന്താണ് ഇഷ്ടം പോലെ ടെംപ്ലേറ്റ്സ് ഉണ്ട്. ഒരു ഡിജിറ്റൽ മാർക്കറ്റ് ഇത് വളരെ മിനിമൽ ആയിട്ടുള്ള സാധനം, അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. സോ ഞാനത് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി അല്ലേ, ലോഡിങ് ടൈം. സോ ഇതിൽ നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി പ്രസൻറ്റേഷൻ സ്റ്റുഡിയോ. ഈ എഡിറ്റിംഗ് മാറ്റും. ഡിസോൾവർ എന്ന് ഡിസോൾവർ കൊടുത്തു. www.bisolver.com. ഓക്കെ, ഇനി പ്രസൻറ്റേഷൻ വേണ്ട, ഒഴിവാക്കാം. ആവശ്യമില്ലാത്ത ഒഴിവാക്കി കളഞ്ഞു. ഓക്കെ, അപ്പോൾ എൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തു. ഇനിയിപ്പോൾ ഇതിൽ ഏതൊക്കെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യണോ അതൊക്കെ എഡിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ആ ഒരു എലമെൻറ്റ് കിട്ടിയെങ്കിൽ, ആ ഒരു PDF കിട്ടിയെങ്കിൽ ഷെയർ ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക. അത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ. ഓക്കെ, ഇനി ഈ ഒരു ഗ്രാഫിക്സിന് പകരം വേറെ ഗ്രാഫിക്സ് ആഡ് ചെയ്യണമെങ്കിൽ ഗ്രാഫിക്സ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഗ്രാഫിക്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഡിജിറ്റൽ മാർക്കറ്റിംഗ് സെർച്ച് ചെയ്താൽ നമുക്ക് ആ ഒരു എലമെൻറ്റ് കിട്ടും. ഇഷ്ടംപോലെ എലമെൻറ്റ്സ് വന്നില്ലേ, ഗ്രാഫിക്സ് വന്നില്ലേ? ഇതിലേതെങ്കിലും എടുക്കുക,
ഇതെടുത്തൊന്ന് വിചാരിക്കാം. ഇത് റിമൂവ് ചെയ്യാം. വീട്ടെ ഇത് റിമൂവ് ചെയ്തു. എന്നിട്ട് ഇതിൻ്റെ സൈസ് കുറയ്ക്കുക. എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കളേഴ്സും ആ ഒരു ബ്ലൂ തീമിലേക്ക് വരുന്ന രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ഇതിൽ ഈസി ആയി എഡിറ്റ് ചെയ്യാൻ പറ്റും. ഡിസൈൻസ് ക്രിയേറ്റ് ചെയ്തു. നമ്മൾ നേരത്തെ ഇപ്പോൾ ഒരു PDF ക്രിയേറ്റ് ചെയ്തു. ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത്, ഷെയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് PDF ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഓക്കെ, ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ വന്നു. ഇനി പ്രശ്നങ്ങളൊന്നുമില്ല, ഡൗൺലോഡ്. ഇനി എന്താ, അപ്പോൾ ഡിസൈൻ എലമെന്റ്സ് നമ്മൾ പഠിച്ചു, ടെക്സ്റ്റ് പഠിച്ചു, അപ്ലോഡ്സ് എന്നുള്ളതും പഠിച്ചു, മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇനി ഇതിൻ്റെ പ്രീമിയം വേർഷനിലേക്ക് വരുമ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് കിട്ടും. അതായത് ഇതിൻ്റെ റീസൈസ് ചെയ്യാൻ പറ്റും. ഈ ഒരു സൈസ് നമുക്ക് വേണമെങ്കിൽ ഇതിപ്പോൾ വീഡിയോയുടെ സൈസ് അല്ല, ഹൊറിസോണ്ടൽ അല്ലേ, ഇത് വെർട്ടിക്കൽ എന്നുള്ള രീതിയിൽ ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള രീതിയിൽ, അതായത് റീൽസിൻ്റെ ആ ഒരു ഭാഗത്തിനൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ പ്രീമിയം പർച്ചേസ് ചെയ്യണം. നിങ്ങൾക്ക് ആ ഒരു വീഡിയോ വേണമെങ്കിൽ, അതായത് പ്രീമിയത്തിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ള ഒരു വീഡിയോ വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഷോർട്ട് കട്ടിൻ്റെ വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം. നമ്മൾ വലിയ രീതിയിലേക്ക് പറഞ്ഞില്ല, പക്ഷേ ഈ ഒരു ചെറിയ രീതിയിൽ പറഞ്ഞപ്പോൾ തന്നെ ഏറെക്കുറെ എല്ലാ ഭാഗങ്ങളും നമ്മൾ ക്യാൻവയിൽ കവർ ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. സോ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. നമുക്ക് ക്യാൻവയുടെ ഇനി വീഡിയോസ് ചെയ്യാം. സോ നമുക്ക് ഇന്നത്തെ ഈ ഒരു ടോപ്പിക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ബൈ ഫ്രം Bisolver. Be the Bisolver.